ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ ശരത്ലാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ വി.ഡി. സതീശനും തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയും ഉണ്ട്. കെ.സി. വേണുഗോപാൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നില്ല. എന്തൊക്കെ സൂചനകളാണ് അവിടെ ശരത്ത്? ഇപ്പോൾ അവരുടെ യോഗം ഏതാണ്ടും 1 മണിക്കൂറിലേറെ ആയല്ലോ സമയം. സ്റ്റുഡിയോ ക്ലോക്കിൽ 10:34 സമയം. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പോൾ 1 മണിക്കൂറോളം ആകുന്നു കെ.സി. വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച അവസാനിച്ചു എന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. കെ.സിയുടെ കാറ്, അതായത് കെ.സിയുടെ കാറ് അകത്തേക്ക് പോയിട്ടുണ്ട്. കെ.സിക്ക് വേണ്ടി പുറത്തേക്ക് വരാൻ വേണ്ടിയുള്ള കാറ് അകത്തേക്ക് പോയിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാം, 1 മണിക്കൂർ നീണ്ട ചർച്ച, അതിലെങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ? രണ്ട് കാര്യങ്ങളാണ് സനീഷെ അതിൽ ഉള്ളത്. ഒന്ന്, കെ.സി മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ കെ.സി മുഖ്യമന്ത്രിയാകുമ്പോൾ സതീശനടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ വിമത പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, ലീഗിനെ കുറിച്ച് എങ്ങനെ പരിഹരിക്കാം, അത് ഒരു കാര്യം. 2, കെ.സിയോട് അല്ലെങ്കിൽ മാറി നിൽക്കാൻ പറയുന്നു, കെ.സി അല്ലെ സ്വയം പിന്മാറുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത നടപടികൾ എന്താണ്, ആരൊക്കെയാണ് കെ.സിയുടെ പിന്തുണ? ഈ കാര്യങ്ങളായിരിക്കാം ഈ ചർച്ചയിലുള്ളത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും, അല്ലെ അനുമാനിക്കേണ്ടി വരും. കാരണം ഇതിന് 2 കാര്യങ്ങളും നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. കെ.സി വേണുഗോപാൽ പുറത്തേക്ക് വന്നിട്ടില്ല, രാഹുൽ ഗാന്ധിയും പുറത്തേക്ക് വന്നിട്ടില്ല. 1-1 ചർച്ചയാണ്. അതും വളരെ പ്രത്യേകത ഉണ്ട് ഈ ചർച്ചയ്ക്ക്. കാരണം ഒന്ന്, ആ ചർച്ചയിലെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒരാൾ പോലും ആ ചർച്ചയ്ക്കില്ല. കാരണം 10ാം നമ്പർ ജനപഥ ഒഴിവാക്കിയാണ് സനീഷെ ചർച്ച നടത്തുന്നത്. അതായത് നേരത്തെയൊക്കെ ചർച്ചകളൊക്കെ നടന്നത് 10ാം നമ്പർ ജനപഥയിലാണ്. അവിടെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ട്. അത്തരം ചർച്ചയ്ക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സുനാബി ബാഗിലെ വസതിയിലെത്തുകയും 1 മണിക്കൂറിലേക്ക് ചർച്ച ഇപ്പോൾ നീളുന്നു. എന്താണ് കേരളത്തിൽ ഇത്ര പ്രശ്നം? 3 മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥികളുണ്ട്. ഒരാളെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ മാരത്തോൺ ചർച്ചകളൊന്നും നടത്തിയിട്ട് കഴിഞ്ഞിട്ട് അവസാന നിമിഷം കെ.സി എന്ത് അട്ടിമറിയാണ് നടത്തുന്നത്? കഴിഞ്ഞ 3 ദിവസവും സ്വന്തം വസതിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത കെ.സി. വേണുഗോപാൽ ഇന്ന് പുറത്തിറങ്ങിയത് 9 മണിയോടെ പുറത്തിറങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിനെ സ്വന്തം വസതിയിൽ കാണാനാണ്. അതിൻ്റെ അർത്ഥം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ ആവശ്യങ്ങളൊക്കെ മുഖത്തോട് മുഖം രാഹുൽ ഗാന്ധിയോട് പറയുക എന്നത് തന്നെയാണ് കെ.സി ഉദ്ദേശിച്ചത്. അതാണിപ്പോൾ നടന്നത്. ഇതിൽ കെ.സിയുടെ പിന്തുണ ആർക്കാണ്? കെ.സി പിൻവാങ്ങുകയാണ് എന്നത്. അങ്ങനെയാണെങ്കിൽ കെ.സി പറയുന്ന അല്ലെങ്കിൽ കെ.സിയുടെ വാക്ക് പിന്തുണ എടുക്കുമോ എന്നതാണ് വലിയ പ്രശ്നം. കാരണം അതിൽ 2 കാര്യമുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ തന്നെ തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനം അത് കെ.സിയിലേക്കും അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളിലേക്കും അല്ലെങ്കിൽ വി.ഡി. സതീശിലേക്കും അതേപോലെ തന്നെ വലിയ തരത്തിലുള്ള കെ.സി വേണുഗോപാൽ പിന്മാറുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഓഫേഴ്സ് കൊടുക്കേണ്ടി വരില്ല. ഒരുപക്ഷെ AICC അധ്യക്ഷ സ്ഥാനം അടക്കം അങ്ങനെ ഇപ്പോൾ പറയുന്ന കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പദവികളടക്കം അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ട് വരിക എന്ന സാഹചര്യം ഉണ്ടാകില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഏതായാലും ചാർട്ടേഡ് വിമാനം 12:10 അവിടെ നിന്ന് വരുന്നത്. 3:30 തിരുവനന്തപുരത്തെത്തും. വിമാനത്തിൽ 4 പേരാണുള്ളത്. അജയ് മാക്കൻ, മുകുൾ വാസ്നിക്, ദീപാദാസ് മുൻഷി എന്നിവരടക്കമുള്ള 4 പേർ, സൂര്യകാന്ത് ധസ്മന എന്നീ നേതാവ്, അങ്ങനെ 4 പേരാണ് അവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ കെ.സി വേണുഗോപാൽ പിന്മാറാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കൂടുതൽ ബലം വരുമല്ലോ. അപ്പോൾ ആര് മുഖ്യമന്ത്രിയാക്കണം കേരളത്തിൽ എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കുറെ കൂടെ ശക്തി കിട്ടുകയല്ലേ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കരുത് എന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകില്ലേ ശരത്ത്? സനീഷ് അതുതന്നെയാണ്. സനീഷ് പറഞ്ഞ പോലെ അതിലും വലിയ ഓഫർ AICC അധ്യക്ഷ സ്ഥാനം. കാരണം കേരളത്തിൽ AICC അധ്യക്ഷ സ്ഥാനം ശങ്കരൻ നായർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അവസ്ഥയിലെ കാര്യങ്ങൾ വരുമോ എന്ന് സനീഷ് പറഞ്ഞപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ നോക്കണം. കാരണം അതിൽ ഖാർഗെയുടെ കാലാവധി തീരാൻ പോവുകയാണ്, മല്ലികാർജ്ജുന ഖാർഗെയുടെ. സ്വാഭാവികമായിട്ടും ആ ഒരു പോസ്റ്റ് ഒഴിവുണ്ട്. രണ്ടാമത്തെ കാര്യം, ജനപഥിൻ്റെ വിശ്വസ്തനാണ് പിന്നെ കെ.സി വേണുഗോപാൽ. സ്വാഭാവികമായിട്ടും കേരള മുഖ്യമന്ത്രിയെക്കാട്ടും വളരെ വലിയൊരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ AICC അധ്യക്ഷ സ്ഥാനം ആ സ്ഥലത്തിലേക്ക് കെ.സി വേണുഗോപാൽ ഒരു ഓഫർ വരുമോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. ഏതായാലും ആ തരത്തിലുള്ള ചർച്ചകൾ കൂടി തുടങ്ങും. കാരണം ഖാർഗെയുടെ കാലാവധി കഴിയുകയാണ്. ആ സമയം ഒരു കേരള മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ചുവട് വെക്കുമോ കെ.സി വേണുഗോപാൽ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. അതിൽ കുറഞ്ഞൊന്നും കെ.സി വേണുഗോപാൽ അല്ലെങ്കിൽ തൻ്റെ അനുയായികൾക്ക് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം
സ്ഥാനം ആ തരത്തിലേക്കുള്ള വിട്ടുവീഴ്ചയിലേക്കല്ല, അതിന് മുകളിലേക്കാണ് അദ്ദേഹത്തിന്റെ സ്വപ്നമെന്ന് നമുക്ക് പറയേണ്ടി വേണം. ഒന്നുകിൽ കേരള മുഖ്യമന്ത്രി അല്ലെ AICC അധ്യക്ഷ സ്ഥാനം, ഇതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്നതാണ് നമ്മൾ ഇനി കാണേണ്ടത്.